ഈ പരുന്തുംപാറയിലിരുന്നാൽ നമുക്കങ്ങ് പൊന്നമ്പലമേട് വരെ കാണാം. നട്ടുച്ചയ്ക്കും കുളിർകാറ്റ് വീശുന്ന മനോഹരമായ ഇടം. വെറുതെയല്ല മൂന്നാറിനും വാഗമണ്ണിനും ശേഷം കയ്യേറ്റക്കാർ ഈ പരുന്തുംപാറയെ ലക്ഷ്യമിട്ട് തുടങ്ങിയത്. ഞെട്ടിപ്പിക്കുന്നതാണ് SITയുടെ റിപ്പോർട്ട്. സമീപകാലത്തെ ഏറ്റവും വലിയ ഭൂമി കയ്യേറ്റമാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത്. പീരുമേട് വില്ലേജിലെ 624.84 ഏക്കർ, മഞ്ചുമല വില്ലേജിലെ 9847.96 ഏക്കർ, രണ്ടും സർക്കാർ പുറമ്പോക്ക്. പാവപ്പെട്ടവർക്ക് മുൻപ് സർക്കാർ പതിച്ചു നൽകിയ ഭൂമിയുടെ രേഖകൾ ഉപയോഗിച്ചാണ് ഇവിടെ വ്യാപകമായ കയ്യേറ്റം നടക്കുന്നത്. ഒരു വശത്ത് മലഞ്ചെരുവുകൾ തകർക്കുന്നു, മറുവശത്ത് പാറ പൊട്ടിച്ച് പുതിയ റോഡുകൾ നിർമ്മിക്കുന്നു. അങ്ങനെ ഭൂമിയുടെ സ്വാഭാവികത തന്നെ ഇല്ലാതാക്കുകയാണ് പരുന്തുംപാറയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. SIT റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഇവയാണ്. സർക്കാർ ഭൂമിയും മൊട്ടക്കുന്നുകളും കയ്യേറി കയ്യാലകൾ കെട്ടിത്തിരിച്ചിരിക്കുന്നു. പ്രദേശവാസികളല്ലാത്തവരാണ് വ്യാപകമായി ഭൂമി വാങ്ങി കയ്യേറ്റം നടത്തുന്നത്. പുൽമേടുകളായി കിടന്നിരുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പോൾ വ്യാപകമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥരെത്തിയാൽ വിവരം ശേഖരിക്കാൻ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിരിക്കുന്നു. ഭൂമിരേഖകൾ താലൂക്ക് ഓഫീസിലില്ല. റവന്യൂ റെക്കോർഡുകൾ ബോധപൂർവം നശിപ്പിച്ചതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. കയ്യേറ്റക്കാർക്ക് റവന്യൂ ഉദ്യോഗസ്ഥരാണ് ഒത്താശ ചെയ്യുന്നത്. കയ്യേറാൻ പറ്റുന്ന ഭൂമി കണ്ടെത്തുന്നത് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണെന്നും SIT റിപ്പോർട്ടിലുണ്ട്. പരുന്തുംപാറയിലെ സാഹചര്യങ്ങൾ വളരെ സങ്കീർണമാണ്. കാരണം പലരും പട്ടയങ്ങളുമായി റവന്യൂ വകുപ്പിന് മുന്നിലേക്ക് എത്തും. പക്ഷേ ആ ഭൂമി എവിടെയെന്ന് കാണിച്ചു കൊടുക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. ഇതാണ് കയ്യേറ്റക്കാർക്ക് തുണയായി മാറുന്നത്. ഇതിന് പരിഹാരം SIT തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. പീരുമേട്, മഞ്ചുമല വില്ലേജുകളിലെ മുഴുവൻ ഭൂമിരേഖകളും വീണ്ടും പരിശോധിക്കണം. റീസർവേ നടത്തി കയ്യേറ്റങ്ങൾ കണ്ടെത്തി തിരിച്ചുപിടിക്കണം. സർവേ റെക്കോർഡുകളുമായി യോജിക്കാത്ത പട്ടയങ്ങൾ അടിയന്തരമായി റദ്ദാക്കണമെന്നും SIT റിപ്പോർട്ടിലുണ്ട്. പരുന്തുംപാറയെ റാഞ്ചുന്നത് എങ്ങനെയാണ്, ഇതിന് പിന്നിൽ ആരൊക്കെ, എല്ലാം SITയുടെ റിപ്പോർട്ടിലുണ്ട്. ഇനി നടപടിയെടുക്കേണ്ടത് ഹൈക്കോടതിയും സർക്കാരുമാണ്. ഇനിയും വൈകിയാൽ ഈ മലഞ്ചെരുവുകൾ കൂടി ഇല്ലാതാകും. നിഖിൽ ജോസഫിനൊപ്പം പരുന്തുംപാറയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.